ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുമായിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. നൂൽപുട്ട്, ഇടിയപ്പം, നൂലപ്പം എന്നീ പേരുകളിൽ നമുക്കിത് പരിചിതമാണ്. അത് നല്ല സോഫ്റ്റായിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ആദ്യം 3 കപ്പ് തിളച്ച വെള്ളവും 2 കപ്പ് അരിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട്. സാദാ പൊടിയാണ് എടുത്തിട്ടുള്ളത്, വറുത്ത പൊടിയൊന്നുമല്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ശേഷം വെള്ളം കുറേശ്ശെയായി ഒഴിച്ച് ഇളക്കി കൊടുക്കാം. എനിക്കിവിടെ 2 കപ്പ് പൊടിക്ക് 2.5 കപ്പ് വെള്ളം വേണ്ടി വന്നു. ഇപ്പോൾ നമ്മുടെ മാവ് ഏകദേശം പാകമായിട്ടുണ്ട്. കയ്യിൽ എണ്ണ തടവിയതിനു ശേഷം കൈ കൊണ്ട് നന്നായി കുഴച്ചെടുക്കണം. ചൂടിൽ തന്നെ കുഴച്ചെടുക്കണം. നന്നായി കുഴച്ച് ഈ ഒരു പരുവത്തിലാവണം. ഇനി നമുക്ക് നൂൽപുട്ട് ഉണ്ടാക്കി നോക്കാം. അതിനായി ഒരു നൂൽപുട്ടിൻ്റെ അച്ചെടുത്ത് അതിലേക്ക് ഈ മാവ് ചെറിയ ഉരുളകളാക്കി നിറച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്താൽ നമുക്ക് എളുപ്പം നൂല് പൊട്ടാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ശേഷം മാവ് നിറച്ച ഈ മോൾഡ് നമുക്ക് അടച്ചു വെക്കാം. ഇനി എണ്ണ തടവിയ ഇഡലി തട്ടിലേക്ക് ഓരോന്നിനായി നൂൽ പോലെ ചുറ്റിച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം. തേങ്ങ ചേർക്കേണ്ടവർക്ക് വേണമെങ്കിൽ തേങ്ങ ചേർക്കാം. ഞാനിവിടെ തേങ്ങ ചേർക്കുന്നില്ല. ഇതുപോലെ എല്ലാ തട്ടിലും നൂലപ്പം നിറച്ച ശേഷം ഓരോ തട്ടും ഒന്നിനു മുകളിൽ ഒന്നായി വെക്കുക. ഇനി ഇഡലി ചെമ്പിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഈ തട്ടുകൾ ഇറക്കി വെച്ച് കൊടുത്ത ശേഷം മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്കിത് നല്ല ആവി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായി ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് മൂടി തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ചൂടാറിയതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിനൊപ്പം കഴിക്കാനായി എളുപ്പത്തിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ആദ്യം ഒരു കുക്കർ എടുത്തു വെച്ച ശേഷം അതിലേക്ക് 2 സവാള അരിഞ്ഞത്, 1 തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത്, പിന്നെ ഒരു പിടി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത ശേഷം 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ച് 2 വിസിൽ അടിക്കുന്നത് വരെ വേവിക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട ശേഷം 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് 4-5 വേപ്പില കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക.
അപ്പോൾ തേങ്ങ ഏകദേശം വറവായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഒരു ജാറിലേക്ക് ഇട്ട് നന്നായി അരച്ചെടുക്കാം. ഇനി ഇതേ പാനിൽ നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അതിനായി ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് അടിച്ചു വെച്ച മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലായി കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. ഇനി മറ്റൊരു അടുപ്പിൽ തേങ്ങ ചേർക്കാനായി കറി അടുപ്പത്ത് വെക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് പൊരിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി പൊരിച്ച മുട്ട ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെക്കാം. മഞ്ഞൾപ്പൊടി കുറവുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങൾ കറിയുമായി ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കുറച്ച് ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് വേപ്പില കൂടി ഇട്ട് ഈ കറിയിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നൂൽപുട്ടും മുട്ടക്കറിയും സെർവ് ചെയ്യാം. അപ്പോൾ അറിയാത്തവരൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നൂലപ്പം. പിന്നെ ഇതിൻ്റെ കൂടെ ഈ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക.